നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസും ഉരുക്കുകോട്ടയിൽ ഹാട്രിക് അടിക്കാൻ ബിജെപിയും. ഹരിയാനയുടെ കുരുക്ഷേത്ര ഭൂമിയിൽ തീപാറും പോരാട്ടത്തിലാണ് കളമൊരുങ്ങുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്ത്രമൊരുക്കുന്ന കോൺഗ്രസും നയാബ് സിംഗ് സെയ്നി നയിക്കുന്ന ബിജെപിയും. തെരഞ്ഞെടുപ്പ് ഗോത ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ തേര് തെളിക്കുന്നത്. ഗ്രൂപ്പ് പോലും പാളയത്തിൽ പടയും രൂക്ഷമായ സംസ്ഥാനത്ത് ആൾബലം കൊണ്ടും അംഗബലം കൊണ്ടും ഹൂഡ തന്നെയാണ് ഒന്നാമൻ. കുമാരി ഷെൽജയും രൺദീപ് സിംഗ് സുർജേവാലയും കളത്തിലുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ ഹൂഡ തന്നെ. മൂന്ന് നേതാക്കളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെവ്വേറെ റാലികൾ നടത്തിയത് പാർട്ടിക്ക് തലവേദനയായെങ്കിലും ഹൈക്കമാൻഡ് ഇടപെടലിൽ താൽക്കാലിക വെടിനിർത്തലായി. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും പാർട്ടിയിലേക്ക് എത്തിയതും കോൺഗ്രസിന് ഊർജം പകരുന്നു. കഴിഞ്ഞ 2 തവണ കൈവിട്ട അധികാരം തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സെയ്നിയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ഹരിയാനയിൽ ബിജെപിക്ക് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഗ്രൂപ്പ് പോരാണ് ബിജെപിയിലും പ്രധാന വെല്ലുവിളി. മാത്രമല്ല, കഴിഞ്ഞ തവണ അധികാരത്തിലേറാൻ ഒന്നിച്ചുണ്ടായിരുന്ന ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെജെപി ഇത്തവണ ബിജെപിക്കൊപ്പമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10ൽ 10 സീറ്റും നേടിയ ബിജെപി 2024 5 സീറ്റിൽ ഒതുങ്ങി. 5 സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു. ഹരിയാനയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വൻ പൊട്ടിത്തെറിയാണ് ബിജെപിയിലുണ്ടായത്. ജാതി വോട്ടുകളുടെ പിൻബലമുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജൻനായക് ജനതാ പാർട്ടിയും ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും ചേർന്ന് 3ാം മുന്നണിയായിട്ടാണ് ഹരിയാനയിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒക്ടോബർ 5-നാണ് 90 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കുരുക്ഷേത്ര ഭൂമിയിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സെയ്നിയോ ഹൂഡയോ എന്ന് കണ്ടറിയാം.